ആരോപണം ഉന്നയിച്ചതല്ല. മാമിയുടെ തിരോധാനം ഒരു സത്യമാണല്ലോ. ആ സത്യത്തിന് പിറകിൽ ചില ഗൂഢനീക്കങ്ങളുണ്ടോ എന്നതാണ് ഞാൻ സംശയം പ്രകടിപ്പിച്ചത്. കേരളത്തിലെ പോലീസ് സംവിധാനം ഇപ്പോൾ DGP അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ക്രിമിനൽ സംഘമുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് നിങ്ങളോടൊക്കെ ജനങ്ങളോട് പറഞ്ഞതാണ്. അതിന് അടിവരയിടുന്ന ഒരുപാട് തെളിവുകൾ ഇന്നലെ തൃശ്ശൂർ DIGയുമായി എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തപ്പോൾ വിശദീകരിച്ച് പറയുകയും ലഭ്യമായ തെളിവുകളും സൂചനാ തെളിവുകളും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ നൽകിയ പരാതിയിലെ ഒരു പ്രധാന വിഷയം ഈ മാമി തിരോധാനം തന്നെയായിരുന്നു. അദ്ദേഹവുമായി ആ വിഷയങ്ങൾ ഞാൻ വിശദമായി ചർച്ച ചെയ്തതായിരുന്നു. കാരണം ഞാൻ ഈ പരാതി കൊടുക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ബക്കർ ഉൾപ്പെടെയുള്ള ആക്ഷൻ കമ്മിറ്റിയും ഈ പറയുന്ന അവരുടെ ബന്ധുക്കളും എന്നെ വന്ന് കണ്ടുകൊണ്ട് കാര്യങ്ങൾ പൂർണ്ണമായും വിശദീകരിക്കുകയും അവസാനമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ കുടുംബത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആശ്വസിപ്പിക്കുകയും കൃത്യമായ അന്വേഷണം നടക്കും, ഇത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുമെന്ന് വാക്ക് നൽകിയതുമായിരുന്നു. അങ്ങനെ ഇവർ പറയുന്നതനുസരിച്ച് അത് ക്രൈംബ്രാഞ്ചിന് അദ്ദേഹം നോട്ട് നൽകി കൊടുത്തു. പക്ഷേ ഇവിടെ വന്നപ്പോൾ DGP അജിത് കുമാറിൻ്റെ ഒരു ഓർഡറാണ് വന്നത്. അത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പകരം SIT രൂപീകരിച്ചുകൊണ്ട് മുമ്പുണ്ടായിരുന്ന ഇവർക്ക് സംശയമുള്ള ഓഫീസർമാരടക്കമുള്ള അന്വേഷണത്തിൽ സത്യസന്ധമായി പോകുന്നില്ല എന്നുള്ള അവരുടെ സന്ദേഹമുള്ള ഓഫീസർമാരുൾപ്പെടെ പേരിന് വേറെ ഒരു 3-4 പേരെ കൂടെ ചേർത്തിക്കൊണ്ടുള്ളൊരു SIT ടീമിനെ നിയോഗിച്ചതായിട്ടാണ് ഈ പറയുന്ന DGP അജിത് കുമാറിൻ്റെ ഓർഡർ വന്നത്. അത് ഇവരെ സംബന്ധിച്ച് വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ആ വിവരം എന്നെ ധരിപ്പിച്ചു. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ആ കാര്യം കൂടി സൂചിപ്പിച്ചു, വിശദമായി പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം എത്രയും പെട്ടെന്ന് ഇങ്ങനെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചുകൊണ്ട് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് IGയെ ചുമതല ഏൽപ്പിച്ചുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓർഡർ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പൊതുജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഉയർത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു IPS ഓഫീസറെ മൂന്നാമത്തെ ദിവസം സസ്പെൻഡ് ചെയ്തു, സുജിത് ദാസ്. രണ്ടാമത് ഉയർത്തിയ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ മാമി കേസായിരുന്നു. അതിന് ക്രൈംബ്രാഞ്ചിൻ്റെ ഏറ്റവും ഉന്നതനായ ഈ ഏരിയയിലെ ഉന്നതൻ എന്ന് പറയുന്നത് IG ആണ്. അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ തന്നെ നല്ല ടീമുണ്ടാക്കി അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഗവൺമെൻറ് ഓർഡറാക്കി. അതായത് നമ്മുടെ അന്വേഷണങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടക്കുകയാണ്. അതുകൂടി നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടതുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയം വളരെ ഗൗരവമായി എടുത്തിരിക്കുകയാണ്. ഓഫീസർമാർ പങ്കെടുത്ത ആ സമ്മേളനത്തിൽ DGPയെ ഇരുത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥരെയും ഇരുത്തുന്ന സദസ്സിലാണ് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ് പോലീസിൽ ചില പുഴുക്കുത്തുകളുണ്ട്, ആ പുഴുക്കുത്തുകളെ ഒരു നിലക്കും അച്ചടക്കരാഹിത്യവും ഈ പറയുന്ന ക്രിമിനലിസവും പോലീസിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞ നടപടികളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എയർപോർട്ടിലെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാലും ഈ പറയുന്ന എടവണ്ണയിലെ റിദാൻ വധക്കേസായാലും ഞാൻ ഉയർത്തിയ മറ്റു കാര്യങ്ങളായാലും കൃത്യമായ നടപടികൾ അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. DGP അജിത് കുമാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള ക്രിമിനൽ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പോലീസിൻ്റെ ഏറ്റവും വലിയ ഹെഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് പോലീസ് ചീഫ്, നമ്മൾ DGP എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ ഇന്നലെ ബഹുമാനപ്പെട്ട IG തൃശ്ശൂർ DIG ആണ് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തത്. നിങ്ങളതിൽ ഒരു കാര്യം പൊതുസമൂഹവും പത്രക്കാരും മനസ്സിലാക്കേണ്ടത്, ഞാനും ഈ IGയും മാത്രമാണ് ഏകദേശം 9 മണിക്കൂർ, വേറെ ഒരാളില്ല. മുഴുവൻ IG സ്വന്തം കൈപ്പടയിലാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയെടുത്തത്. ചരിത്രത്തിൽ ഇങ്ങനെ കേസ് ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു SPO DYSPO കൂടെ വന്ന് അദ്ദേഹം അവിടെ ഇരുന്ന് എഴുതിയെടുക്കും, അല്ലെങ്കിൽ ഒരു CIO SIO ഒക്കെ ആവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിശ്വസ്തനായ ഒരു റൈറ്റർ ആവാം, ഇവരാണ് എഴുതിയെടുക്കാറ്. പക്ഷേ അതിനൊക്കെ വിപരീതമായിട്ട് മുകളിലിരിക്കുന്ന പടച്ചവനും ഞാനും ഈ
സ്റ്റേറ്റ്മെൻ്റ് എടുത്ത IG-യും അല്ലാതെ മറ്റൊരാളും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തു പോകരുതെന്ന വളരെ സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് പോലീസ് ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. അതൊരു സത്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മാമി കേസിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 13 മാസത്തോളമായി ഈ തിരോധാനം ഇങ്ങനെ കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കുടുംബം ഈ വിഷയം ആക്ഷൻ കമ്മിറ്റിയും വന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായ കുറേ ചിന്തകളുണ്ട്. കാരണം അങ്ങനെയാണ്, ഞാനൊരു 6-7 മാസമായിട്ട് ഇതിൻ്റെ പിന്നിലാണെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ കാണുന്ന കുറേ സംഗതികൾ കൂട്ടി വായിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ നടന്ന ദുരൂഹത എന്തായിരിക്കാമെന്ന ഒരു ഡൗട്ട് എനിക്കുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നില്ല, കേസിനെ ബാധിക്കുന്നൊരു പ്രശ്നമായതുകൊണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട IG-യെ കണ്ട് കുടുംബം ഇത് അവതരിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നിയ തോന്നലുകളും എനിക്ക് കിട്ടിയ അറിവുകളും എനിക്ക് കിട്ടിയ സൂചനാ തെളിവുകളും ഇതേപോലെ ഒരു സീല് ചെയ്ത കവറിൽ ബഹുമാനപ്പെട്ട ക്രൈംബ്രാഞ്ച് IG-ക്കും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഹെഡ് എന്ന നിലക്കുള്ള DGP-ക്കും ഞാൻ നൽകുന്നതായിരുന്നു.